നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. കശുവണ്ടി അഴിമതി കേസിൽ സർക്കാരിന്റെ നിർണായക നീക്കം. ആർ ചന്ദ്രശേഖരനെ അടക്കം പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി. നിലപാട് ഹൈക്കോടതി അറിയിച്ചു. ഉത്തരവ് ഹാജരാക്കാൻ 2 ദിവസത്തെ സാവകാശം തേടി. പരാതിക്ക് പിന്നിൽ സംഘടനയ്ക്കുള്ളിലെ തർക്കമെന്ന് ചന്ദ്രശേഖരൻ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റം പരിശോധിക്കാൻ സർക്കാർ. MSC കമ്പനിയുടെ നിക്ഷേപത്തിൽ അനുമതി തേടി അദാനി ഗ്രൂപ്പ്. കത്ത് എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. ഓഹരി കൈമാറ്റം കേരള താൽപര്യത്തിന് വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ്. താരസംഘടന അമ്മയുടെ പ്രതിസന്ധി പുതിയ തലത്തിലേക്ക്. ശ്വേത അടക്കം രാജി ഔദ്യോഗികമായി സമർപ്പിച്ചില്ല. പൊതുസമൂഹത്തെ പറ്റിച്ചുവെന്ന് KB ഗണേഷ് കുമാർ. അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്ന് ഒരു വിഭാഗം. അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ ചുമത്തിയത് 6 വകുപ്പുകൾ. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ ഭർത്താവിന് തിരിച്ചടി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച വേണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളി. മുഹമ്മദ് ഫർമാന്റെ അപേക്ഷ തള്ളി സിംഗിൾ ബെഞ്ച്. വധഭീഷണി ഉണ്ടെന്ന് ദമ്പതിമാർ मध्यप्रदेश की पुलिस हमको खबर मिली है, इनकाउंटर करने का बोल रही है, गोली मारने का, मार डालेंगे करेंगे, ऐसी खबरें आ रही है. मुझे मैसेज भी आया, इसे मोबाइल में मैसेज भी आ रहे हैं मारने का. ये बाहर से भी हमको खबरें आई. അയോധ്യ തട്ടിപ്പ് കേസ് CBIക്ക് വിടാൻ UP സർക്കാർ. അന്വേഷണം കാണിക്കെണ്ണാൻ ചുമതലപ്പെടുത്തിയ കമ്പനിയിലേക്കും. ട്രസ്റ്റ് പുനഃസംഘടനയിൽ BJP RSS ചർച്ചകൾ സജീവം. ചമ്പത്രായിയെ പിന്തുണച്ച ഒരു വിഭാഗം. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന നീക്കം. US ഇറാൻ ചർച്ചകൾ തുടരും. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഇറാൻ ഒരുങ്ങുന്നു. ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തെ ഇന്ധനക്ഷാമം പരിഹരിക്കാനായി റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി തുടങ്ങി. പകരം റഷ്യയുടെ ഡിസ്കൗണ്ട് ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക്. നടപടി യുക്രൈൻ യുദ്ധത്തെ തുടർന്നുള്ള ഇന്ധനക്ഷാമം പരിഹരിക്കാൻ. ലോകകപ്പിൽ ഇത് ക്ലാസിക് പോരാട്ടം. പോർച്ചുഗലും ക്രൊയേഷ്യയും നേർക്കുനേർ. സ്പെയിനിന് എതിരാളികൾ ഓസ്ട്രിയ. സ്വിറ്റ്സർലൻഡ് അൾജീരിയ പോരാട്ടം രാവിലെ 8:30. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രതികളെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയിൽ. ഉത്തരവ് ഹാജരാക്കാൻ സർക്കാർ 2 ദിവസ സാവകാശം തേടി. തുടർന്ന് അടുത്ത ബുധനാഴ്ച ഉത്തരവ് ഹാജരാക്കാൻ ജസ്റ്റിസ് ബദറുദ്ദീൻ സർക്കാരിന് നിർദ്ദേശം നൽകി. INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനെയും KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനാണ് സർക്കാർ അനുമതി നൽകിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും കശുവണ്ടി കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സർക്കാർ അനുമതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി പത്രം ഹാജരാക്കാൻ 2 ദിവസ സാവകാശം വേണം. അതുകൊണ്ട് ബുധനാഴ്ച സമ്മതിപത്രം ഹാജരാക്കാനാണ് കോടതി ഉത്തരവ്. ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ 5 വർഷമായി CBI ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്കായി പ്രോസിക്യൂഷൻ അനുമതി സർക്കാരിനോട് തേടിയിരുന്നു. 3 തവണയാണ് ഇടതു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി നിഷേധിച്ചത്. തുടർന്ന് കോടതി അലക്ഷ്യത്തിനായി ഹൈക്കോടതി തന്നെ ഇതിൽ നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് കോടതിയിൽ നേരിട്ടെത്തി നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മാപ്പപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയും ബുധനാഴ്ച പരിഗണിക്കും. 2006 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടും കശുവണ്ടി പരിപ്പ് ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടുമുള്ള അഴിമതി. 1400 കോടി രൂപയാണ് ഇതുമായി ചെലവഴിച്ചത്. ഇതിൽ 500 കോടി രൂപയുടെ അഴിമതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിജിലൻസും CBI അന്വേഷണം നടത്തിയിരുന്നു. 2020 CBI ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കമ്പനിക്ക് മാത്രമായി ടെൻഡർ അനുവദിക്കുന്നു, JMJ കമ്പനിക്ക്. അതുകൊണ്ട് JMJ കമ്പനിയുടെ MD ജോമോൻ ജോസഫും ഇതിൽ പ്രതിയാണ്. ഈ 3 പേരാണ്, അതായത് R ചന്ദ്രശേഖരൻ, അതുപോലെ KA രതീഷ്, ഈ ജോമോൻ ജോസഫ് തുടങ്ങിയ 3 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. അത് മനോജ് കടകംപള്ളി നൽകിയ
ഹർജിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. 18 വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നത്. ഈ 2 പതിറ്റാണ്ടെടുത്തു ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ. എന്തായാലും വിവിധ ഏജൻസികൾ അന്വേഷിച്ച ശേഷമാണ് ഒടുവിൽ CBI അന്വേഷണ റിപ്പോർട്ട് 2020 സമർപ്പിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഈ 2 പേരെ, അതായത് R ചന്ദ്രശേഖരനെയും അതുപോലെ KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നില്ല. ഈ 5 വർഷമായി CBI ഇതിനുള്ള അപേക്ഷയുമായി ഈ സർക്കാരിന്റെ പിന്നാലെ നടക്കുന്ന സാഹചര്യമുണ്ട്. 3 തവണ ഈ അപേക്ഷ സർക്കാർ നിരസിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് ഈ അനുമതി സർക്കാർ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസും ഹൈക്കോടതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടർ നടപടിക്രമങ്ങൾ ബുധനാഴ്ച ഉണ്ടാകും. AG കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട സമ്മതപത്രം കോടതിയിൽ എത്തിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ UDF സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി സ്വാഗതം ചെയ്യുന്നുവെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖർ. പരാതിക്ക് പിന്നിൽ സംഘടനയ്ക്കുള്ളിലെ തർക്കമാണ്. ഇപ്പോഴാണ് നടപടികൾ ശരിയായ രീതിയിൽ ആയത്. കൃത്യമായി വിസ്തരിക്കപ്പെടട്ടെ. INTUC നേതൃസ്ഥാനത്തിരിക്കാൻ താൻ യോഗ്യനാണോ എന്ന് തീരുമാനിക്കേണ്ടത് താനാണോ എന്നും R ചന്ദ്രശേഖർ ചോദിച്ചു. ഒരു ട്രയൽ കേസ് എങ്ങനെ മുന്നോട്ട് പോകണം, ഇതിനെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് ഇന്നലെ എടുത്ത ഈ നടപടിയെ പൂർണ്ണമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇപ്പോഴാണ് ഇതിനൊരു ശരിയായ ഷേപ്പിലേക്ക് വരുന്നത്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്യാറുണ്ടായിരിക്കാം. ചില ആളുകളൊക്കെ മോശമായി പെരുമാറാറുണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ, 17 ലക്ഷത്തോളം മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, അതിൻ്റെ കൂടി അന്തസ്സും അതിൻ്റെ കൂടി അഭിമാനവും സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊക്കെ ബാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ 2008 മുതൽ ഇങ്ങോട്ട് 2026 വരെ ഈ പെറ്റീഷൻ കൊടുത്തുകൊണ്ടിരിക്കണം എങ്കിൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണമല്ലോ. അപ്പൊ ആളുകളെ നമ്മൾ എന്നെ മഹത്വവൽക്കരിക്കുകയാണെങ്കിൽ, വിഴിഞ്ഞം തുറമുഖത്തെ MSC കമ്പനിയുടെ സ്വകാര്യ നിക്ഷേപത്തിൽ സർക്കാർ അനുമതി തേടി അദാനി പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്ത് കൈമാറി. അതേസമയം ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് പരിശോധിക്കാൻ സർക്കാർ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഓഹരി കൈമാറ്റം കേരള താൽപര്യത്തിന് വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ അനുമതിയില്ലാതെ എങ്ങനെ നീക്കം നടന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരികൾ, അതായത് 13,220 കോടി രൂപയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. നമ്മുടെ കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമല്ല, സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ക്ലോസ് 5(3) പ്രകാരം അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. ഇവിടെ ഈ പറയുന്ന ഉടമസ്ഥാവകാശത്തിലുള്ള മാറ്റം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്നലെ വ്യക്തമാക്കിയത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ അറിവോടുകൂടിയുള്ളതാണോ, കരാറിന് വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു നടപടിക്കെതിരെ സർക്കാർ ഏതു തരത്തിലുള്ള നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? വിഴിഞ്ഞം പദ്ധതിയുടെ ഷെയർ MSC കൈമാറാനുള്ള തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാവാൻ ഇടയില്ലെന്ന് MV ഗോവിന്ദൻ. VD സതീശനുമായുള്ള ഡീലിന്റെ ഭാഗമായി എന്തും തീരുമാനിക്കാം എന്ന് അദാനി കരുതുന്നു. 25%-ലധികം ഷെയർ വിൽക്കുന്നതിൽ സതീശൻ മറുപടി പറയണം. കുത്തകവൽക്കരണം അനുവദിക്കില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. അദാനി കമ്പനി പ്രതിനിധികളുമായി മംഗലാപുരത്ത് നടന്ന ചർച്ചകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്ന് തോമസ് ഐസക്. ഉമ്മൻചാണ്ടിയുടെ തീറെഴുതി കൊടുക്കുന്ന രീതിയാണോ മിഷൻ സമുദ്രയിൽ നടപ്പിലാക്കാൻ പോകുന്നത്? തീവെട്ടിക്കൊള്ളയ്ക്ക് അംഗീകാരം നൽകുന്നു, നടക്കുന്നത് കടൽ കൊള്ളയാണെന്നും തോമസ് ഐസക് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച അതേ ആക്ഷേപം ആവർത്തിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ലെന്നും സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി കാര്യങ്ങൾ നേടാമെന്ന് അദാനി കരുതേണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു.
വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് മുഖവിലക്കെടുക്കുന്നെന്നും KC പ്രതികരിച്ചു. അത് അദാനിയല്ലേ വ്യക്തമാക്കേണ്ടത്. അദാനിക്ക് എന്ത് അധികാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിചിത്രമായി തോന്നി. വിഴിഞ്ഞം കരാർ അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹുരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി? ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുക്കുന്ന പറഞ്ഞു. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അദാനിയാണ് അതിന് മറുപടി പറയേണ്ടത്. അതെ സർക്കാരിൻ്റെ തീരുമാനം സർക്കാരിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളാരും അറിയില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങളെ അറിയിക്കാതെയാണ് അദാനി ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് മുഖവിലക്കെടുത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാൻ അദാനിക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് അങ്ങനെ എടുക്കാൻ അദാനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? കുറുക്ക് വഴിയിലൂടെ അല്ലല്ലോ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നേടേണ്ടത്, നേരായ വഴിയിലൂടെയല്ലേ. വിഴിഞ്ഞം തുറമുഖ ഭൂമി അന്യാധീനപ്പെട്ടു പോകരുതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംസ്ഥാന സർക്കാർ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും താൻ വിശ്വസിക്കുന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. മദ്യനികുതി ഇളവിൽ സർക്കാർ അനാവശ്യ ധൃതിയും വാശിയും കാട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിടുക്കപ്പെട്ട് ധനബിൽ അജണ്ടയിൽ തിരികെ കയറ്റി. മദ്യകമ്പനിക്ക് ലാഭമുണ്ടാക്കാനാണിത്. നിക്ഷിപ്ത താൽപര്യത്തിന്റെ പേരിൽ സഭാ നടപടികളിൽ മാറ്റം വരുത്തി. പ്രതിപക്ഷത്തിനൊപ്പം അവരും കൂടി എന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. VM സുധീരനും TN പ്രതാപനുമാണ് ആ നിലപാടെടുത്തത്. KC വേണുഗോപാലും എക്സൈസ് മന്ത്രിയും തങ്ങളുടേതായ രീതിയിൽ പ്രതികരിച്ചുവെന്നും പിണറായി പറഞ്ഞു. പാർട്ടിയിലെയും മുന്നണിയിലെയും ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് N ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച തീരുമാനത്തിനെതിരെ ഭിന്നത മറനീക്കുന്നു. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്താതെ മുഖ്യമന്ത്രി തനിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. RSS പശ്ചാത്തലമുള്ള ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത് മണ്ഡല പുനർനിർണയത്തിലടക്കം BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്ന വിമർശനം. വിഷയത്തിൽ LDFും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥൻ നിയമിച്ചതിൽ അഭിപ്രായം പറയാതെ KC വേണുഗോപാൽ. KPCCയുടെ വിയോജിപ്പ് മറികടന്നുകൊണ്ടല്ലേ നിയമനം എന്ന ചോദ്യത്തിൽ നിന്ന് KC ഒഴിഞ്ഞുമാറി. അതൊന്നും ഞാനിപ്പോൾ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാസപ്പടി കേസിൽ നിർണായക നീക്കങ്ങൾക്കൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL അധികൃതരുടെ ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് സമൻസ് അയക്കാനാണ് നീക്കം. അടുത്തയാഴ്ച വീണയ്ക്ക് സമൻസ് നൽകിയേക്കുമെന്നാണ് സൂചന. CMRL MD ശശിധരൻ കർത്തയുടെ മകളുടെ ഭർത്താവും നിപുണ കമ്പനി ഡയറക്ടറുമായ അനിൽ ആനന്ദ പണിക്കരെ രണ്ടാം തവണയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. കരിമണൽ വിഷയത്തിലും മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരിമണൽ കുത്തകകൾക്ക് തീറിടാൻ ശ്രമിക്കുകയാണ്. അതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ട്. കോൺഗ്രസിനുള്ളിലും പ്രതിഷേധം ഉയരുന്നു. അത് മറച്ചുവെക്കാൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുവെന്നും പിണറായി പറഞ്ഞു. താരസംഘടനയിൽ വീണ്ടും പ്രതിസന്ധി. നിലവിലുള്ള ഭരണസമിതി രാജിവെക്കാത്ത സാഹചര്യത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 9 അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് രൂപീകരിച്ചിരുന്നത്. KB ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, ഡോക്ടർ റോണി, കൃഷ്ണപ്രഭ, ആശ അരവിന്ദ്, ഷാജോൺ, ദേവി ചന്ദന എന്നിവരാണ് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ. ശ്വേത ഉൾപ്പെടെ ആരും രാജി വന്നിട്ടില്ലെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. ശ്വേത അടക്കമുള്ള ആളുകളുടെ രാജി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇന്നാണ് ഞങ്ങൾക്ക് മെയിലിന്റെ ഉൾപ്പെടെയുള്ള ആക്സസ് കിട്ടിയത്. അപ്പോൾ ഈ മെയിലിൽ ഇങ്ങനെ ഒരു രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ പറഞ്ഞത് ഇന്നലെ വരെ അത്തരത്തിലുള്ളൊരു രാജിക്കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. പൊതുസമൂഹത്തെ ഉൾപ്പെടെ ശ്വേതയും കൂട്ടിന് പറ്റിച്ചുവെന്നായിരുന്നു KB ഗണേഷ് കുമാറിന്റെ വിമർശനം. ഇത് അമ്മയുടെ ഈ കമ്മിറ്റിയിൽ വന്നു എന്ന് പറയുന്ന ഭയങ്കര ഒരു കാര്യമായിട്ട് കരുതരുതായിരുന്നു പ്ലീസ്. അതിനെക്കാളും വലിയ സ്ഥാനങ്ങളിലേക്ക് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ കൊണ്ട് ഹെഡ്ലൈനിൽ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ ആളാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ അവരോട് ചോദിക്കണം, ഞങ്ങളോടല്ലേ ചോദിക്കണം. ഞങ്ങളെ മാധ്യമങ്ങളെ പറ്റിച്ചില്ലേ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചില്ലേ എന്ന് അവരോട് ചോദിക്കും. അത് അന്തസ്സാണോ?
ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ച് കൂട്ടി അവരെ ഞാൻ രാജിവെക്കുന്ന പ്രാഥമിക അംഗത്തിൽ നിന്ന് പോയി എന്നൊരാൾ പറയുകയാണ്. ആ ആൾ തന്നെ ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയാം. അന്ന് പറയണം, ഞാൻ എൻ്റെ രാജി പിൻവലിച്ചെന്ന് പിറ്റേ ദിവസം പറയണം, അല്ലാതെ ഇന്നാണ് പറഞ്ഞത്. അതേ ഉള്ളൂ. അത് മോശമല്ലേ? അപ്പം നിങ്ങളെ ആരാണ്, ഈ ജനങ്ങളെ ഈ മാധ്യമങ്ങളെ ആരാണ് പറ്റിയത്? ഞങ്ങളാണോ? ഇത് എന്താ തമാശ കളിയാണോ? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മാറി പറയുന്ന തമാശ കളിയാണോ? ഇല്ല, പറഞ്ഞോന്നറിയില്ല. ഇവര് പഠിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. രാജി തന്നിട്ടില്ല എന്നുള്ള ശരിയാണ്. പക്ഷെ അന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞ കാര്യം ജനറൽ ബോഡിയിലും പറഞ്ഞു. അത് നിങ്ങൾക്ക് പരിശോധന രാജിവെച്ചു എന്ന് ഞങ്ങളോടാന്ന് പറഞ്ഞു, എന്നോടല്ല പറഞ്ഞു. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്ത്. ടിനി ടോമിനെതിരെ ചുമത്തിയത് 6 വകുപ്പുകളാണ്. മതം പറഞ്ഞ് അധിക്ഷേപിക്കുക, സ്ത്രീകൾക്ക് നേരെ വാക്കാലുള്ള അധിക്ഷേപം, ലൈംഗിക പരാമർശങ്ങൾ എന്നിവയ്ക്കെതിരായ വകുപ്പുകളാണ് ചുമത്തിയത്. അൻസിബയെ ജിഹാദി എന്നും മതതീവ്രവാദി എന്നും വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും എഫ്ഐആറിലുണ്ട്. ടിനി ടോമിനെതിരെ 6 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മതം പറഞ്ഞ് അധിക്ഷേപിക്കുക, സ്ത്രീകൾക്ക് നേരെ വാക്കാലുള്ള അധിക്ഷേപം, ലൈംഗിക പരാമർശങ്ങൾ എന്നിവയ്ക്കെതിരായിട്ടുള്ള വകുപ്പുകൾക്കൊപ്പം അൻസിബയെ ജിഹാദി എന്നും മത തീവ്രവാദി എന്നും വിളിച്ച് അധിക്ഷേപിച്ചു എന്നുകൂടി എഫ്ഐആറിൽ പറയുന്നുണ്ട്. എന്തായാലും ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ ഉടനെ തന്നെ വിളിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനു മുൻപായി നീന കുറുപ്പിന്റെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തും. നേരത്തെ പ്രാഥമിക അന്വേഷണത്തിൽ നീന കുറുപ്പ് ടിനി ടോമിനെതിരെ മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി ഇക്കാര്യങ്ങളിൽ ഈ പോലീസ് കണ്ടെത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാലും നിലവിൽ ടിനി ടോം കൊച്ചിയിൽ തന്നെയാണുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും അങ്ങനെ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ പോലീസ് കോടതിയുടെ വിധി വന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകാനായിരിക്കും സാധ്യത. അതിനിടയിൽ അൻസിബ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ലക്ഷ്മി പ്രിയക്കെതിരെയും ശ്വേതാ മേനോനെതിരെയും നൽകിയ പരാതിയിൽ കേസെടുക്കുന്നില്ല പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി അതിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലാരിവട്ടം പോലീസിനോടാണ് അൻസിബയുടെ കേസ് എന്താണ് നിലവിലുള്ള സ്ഥിതി എന്ന് അറിയിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഇതിൽ ശ്വേതാ മേനോൻ ഗൂഢാലോചന നടത്തി എന്നുകൂടി പറയുന്നുണ്ട്. അതിലും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് പാലാരിവട്ടം പോലീസിനോട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ദുൽഖർ സൽമാന്റെ പക്കൽ കൂടുതൽ ഭൂട്ടാൻ വാഹനങ്ങൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ്. ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ദുൽഖറെ ചോദ്യം ചെയ്തത്. താൻ നിയമവിധേയമായാണ് വാഹനങ്ങൾ വാങ്ങിയതെന്നും കള്ളക്കടത്തായി എത്തിച്ചതാണെന്നും തനിക്കറിയില്ലെന്നുമാണ് ദുൽഖറിന്റെ മൊഴി. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ ഭർത്താവ് മുഹമ്മദ് ഫർമാന് തിരിച്ചടി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. തങ്ങൾക്ക് വധഭീഷണിയുണ്ടെന്ന് കുംഭമേള വൈറൽ താരവും ഭർത്താവ് ഫർമാനും ന്യൂസ് 18 പറഞ്ഞു. നേരെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുമെന്നാണ് ഭീഷണി. ज़्यादा खतरा है। मध्य प्रदेश की पुलिस हमको खबर मिली है, इनकाउंटर करने का बोल रही है, गोली मारने का, मार डालेंगे करेंगे, ऐसी खबरें आ रही है. मुझे मैसेज भी आया, ऐसे मोबाइल में मैसेज भी आ रहे हैं मारने का. ये बाहर से भी हमको खबरें आई तो हम बहुत ज़्यादा डरे हुए, डर के मारे खाना खाने के लिए भी बाहर नहीं जाते. इतना ज़्यादा डर लगता है कि कोई मार देगा. अभी भी मध्य प्रदेश पुलिस अभी भी जांच रही है? हाँ, अभी भी मध्य प्रदेश पुलिस हमें ढूंढ रही है. इधर ही है वो. इनके पास बेल 1 महीने का बेल दिया था इधर के कोर्ट ने, हाई कोर्ट ने. तो फिर भी बेल होने के बाद भी ढूंढ रही है. उनके 15 दिन के बाद ही, मतलब इनके यहाँ बेल है, 15 दिन से इधर ही है. उनको ढूंढ रही है हमको. ഇടവേള. അയോധ്യ തട്ടിപ്പിൽ CBIക്ക് വിടുന്നത് പരിഗണിച്ച് UP സർക്കാർ. കാണിക്ക എണ്ണുന്ന ചുമതലയുള്ള കമ്പനിയിലേക്കും അന്വേഷണമുണ്ട്. ട്രസ്റ്റ് പുനഃസംഘടന സംബന്ധിച്ച് RSS BJP നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച നടന്നു. ഇതിനിടെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയെ പിന്തുണച്ച് ഒരു വിഭാഗം രംഗത്ത് വന്നു. അയോധ്യയിലെ കൊള്ളയിൽ അന്വേഷണം തുടരുന്നതിന് ഇടെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 2 മണിക്കൂറോളമാണ് ചമ്പത് റായിയെ ചോദ്യം ചെയ്തത്. താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്നും തനിക്ക് ഇത്തരം കൊള്ളയിൽ ഒരു പങ്കും ഇല്ല എന്ന നിലപാടുമായിരുന്നു ചമ്പത് റായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ചമ്പത് റായിയുടെ രാജി അംഗീകരിക്കരുത് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം ട്രസ്റ്റിന്റെ യോഗം നടക്കേണ്ടിയിരുന്നത് 11-ാം തീയതിയാണ്. ആ യോഗം 6-ാം തീയതി നേരത്തെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവരുടെ രാജി സ്വീകരിക്കുന്ന സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നത്. എന്നാൽ ഈ ട്രസ്റ്റിനെ തന്നെ
പുനഃസംഘടിപ്പിക്കുക എന്ന സൂചനകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ കൂടിയാലോചനകൾ RSSന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാലാവധി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യും. കൂടുതൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. അതേസമയം ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് അന്ന് പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിലടക്കം മുഖ്യ ആതിഥേയൻ ആയിരുന്ന അനിൽ മിശ്ര ഉൾപ്പെടെ ഉള്ളവർ ആണ് എന്നുള്ളതാണ്. അതായത് ഗോപാൽ റായും അനിൽ മിശ്രയുമാണ് ഈ തട്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന നിരീക്ഷണങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ നിരവധിയായ ആളുകളെ നിയമിച്ചിരുന്നു. അതിൽ അടക്കം ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ലഭിച്ചതിന് ഇത്തരത്തിൽ വലിയ തോതിൽ കമ്മീഷൻ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഒപ്പം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ ഡ്രൈവർ രാംശങ്കർ യാദവ്, അദ്ദേഹത്തിന്റെ ബന്ധു മനീഷ് യാദവ് എന്നിവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനിടെയാണ് മറ്റൊരു തട്ടിപ്പിലെ പ്രതിയായിട്ടുള്ള അവിനാശ് ശുക്ലയ്ക്ക് ബന്ധമുള്ള ഒരു യോഗ സെന്ററിൽ നിന്ന് പണപ്പെട്ടി കണ്ടെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് കാണിക്ക വഞ്ചി ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. രാമരാജ്യ കോശ് എന്ന് എഴുതിയിരുന്ന, അതായത് രാമരാജ്യത്തിനായി സംഭാവന എന്ന് എഴുതിയിരുന്ന ഒരു പെട്ടി, ആ പെട്ടിയിൽ നിന്ന് ഏതാണ്ട് 35 ലക്ഷം രൂപയോളം കണ്ടെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഈ പെട്ടിയിൽ QR കോഡ് പതിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ QR കോഡിലേക്കുള്ള പണം എവിടേക്കാണ് എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെ ഇനി നടക്കേണ്ടതുണ്ട് എന്നതാണ് വിവരങ്ങൾ. ഇങ്ങനെ ക്ഷേത്രം ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ നിരീക്ഷണത്തിലാണ്. അതേസമയം അന്വേഷണ സംഘത്തിന് ഈ തട്ടിപ്പിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കും പങ്കുണ്ടോ എന്ന സംശയമുണ്ട്. അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ തട്ടിപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും എന്ന സാധ്യത തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വാനോളം പുകഴ്ത്തി കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ. സാമ്പത്തിക നവീകരണത്തിലും വികസനത്തിലും അമ്പരപ്പിക്കുന്ന പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. 140 കോടി ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അത്യാധുനിക സാങ്കേതിക അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കിയെന്നും തരൂർ പറയുന്നു. അതേസമയം ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ ചില വിമർശനങ്ങളും തരൂർ ഉന്നയിക്കുന്നു. TVK സർക്കാരിനെ അട്ടിമറിക്കാൻ നടന്ന രാഷ്ട്രീയ നീക്കം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റാകുന്നു. TVK MLA-മാരെ കൂറുമാറ്റിക്കാൻ 35 കോടി വരെ വാഗ്ദാനം ചെയ്തുവെന്ന വിവരവും സംഭവത്തിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തതോടെ DMK പ്രതിരോധത്തിലായി. DMK MLA സെന്തിൽ ബാലാജിക്ക് കൂറുമാറ്റത്തിന് ശ്രമിച്ച ഇടനിലക്കാരുമായി ബന്ധമുണ്ടെന്ന വിവരമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്. ഇതിനിടെ സെന്തിലിന്റെ സഹോദരനെതിരെയും പോലീസ് കേസെടുത്തു. DMK-യുമായി അടുക്കാൻ BJP നീക്കം നടത്തുന്നുവെന്ന വിവരവും പുറത്തുവന്നു. ഇതിനിടെ ഒരു DMK MLA രാജിവെച്ച് TVK-യിൽ ചേർന്നു എന്ന വാർത്തയും പുറത്തുവന്നു. വാട്സാപ്പിലെ പുതിയ യൂസർ ID ഫീച്ചർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് അയച്ചു കേന്ദ്രം. ഫീച്ചറിനെ കുറിച്ച് 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ഓൺലൈൻ തട്ടിപ്പിനായി ഫീച്ചർ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. തൃപ്തികരമായ രീതിയിൽ ചർച്ചകൾ പൂർത്തിയാക്കുന്നതുവരെ ഈ ഫീച്ചർ ഇന്ത്യയിൽ ലഭ്യമാക്കരുത് എന്ന് കേന്ദ്രം വാട്സാപ്പിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ സംവിധാനം സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. മറ്റു വാർത്തയിലേക്ക്, യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ ആഭ്യന്തര ഇന്ധനക്ഷാമം പരിഹരിക്കാനായി ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ച റഷ്യ. ഇന്ത്യ ഇതിനകം തന്നെ കുറഞ്ഞത് 60,000 മെട്രിക് ടൺ പെട്രോൾ റഷ്യയിലേക്ക് അയച്ചു കഴിഞ്ഞു. 2 കപ്പലുകളായാണ് ഈ ഇന്ധനം കൈമാറിയത്. കൂടാതെ ഇന്ത്യൻ നിരക്കുകൾക്ക് അനുസൃതമായി ഇന്ധന ഇറക്കുമതിക്ക് സബ്സിഡി നൽകുന്നതിനായി റഷ്യ അവരുടെ നികുതി നിയമങ്ങളിൽ ഭേദഗതി വരുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയെ കൂടാതെ അയൽരാജ്യമായ ബെലാറസിൽ നിന്നുൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രതിമാസം 40,000 ടൺ പെട്രോൾ ഇറക്കുമതി ചെയ്യാനാണ് ഇപ്പോൾ റഷ്യ ലക്ഷ്യമിടുന്നത്. പകരം ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുക എന്നുള്ള കരാറാണ് ഇന്ത്യയുമായി ഇപ്പോൾ ഉള്ളത്. അതും നമുക്ക് സബ്സിഡി നിരക്കിലായിരിക്കും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കിട്ടുക. US-ഉം ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ തുടരും. ദോഹയിൽ നടന്ന പരോക്ഷ സാങ്കേതിക ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. അടുത്ത ഘട്ട ചർച്ച ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ സംസ്കാര ചടങ്ങിന് ശേഷമാകുമെന്നും റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയമാണ് വിവരം പുറത്തുവിട്ടത്. ഇന്നലെ നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഖത്തറും US-ഉം സ്ഥിരീകരിച്ചിരുന്നു. കരാർ ലംഘനം റിപ്പോർട്ട് ചെയ്യാൻ US-ഉമായി നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം രൂപീകരിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കി. ഇന്ന് ഐതിഹാസിക പോരാട്ടങ്ങൾ.
ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പ് നോക്കൌട്ടിൽ യൂറോപ്യൻ ഭീമന്മാരായ പോർച്ചുഗലും ക്രൊയേഷ്യയും ഇന്ന് രാത്രി നേർക്കുനേർ. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും തമ്മിലുള്ള പോരാട്ടം കൂടിയായതിനാൽ ഇതിഹാസ താരങ്ങളിൽ ഒരാൾക്ക് അവസാന ലോകകപ്പ് മത്സരമായിരിക്കുമെന്നതും ശ്രദ്ധേയമാണ്. 4:30 ടൊറന്റോയിലാണ് മത്സരം. ഗ്രൂപ്പ് കെയിൽ നിന്ന് 2ാം സ്ഥാനക്കാരായാണ് റോബർട്ടോ മാർട്ടിനസിന്റെ പോർച്ചുഗൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയത്. ഉസ്ബെക്കിസ്ഥാനെ 5-0 തകർത്ത കരുത്തുണ്ടെങ്കിലും കൊളംബിയയോടും കോങ്കോയോടും സമനില വഴങ്ങേണ്ടി വന്നത് പോരായ്മകൾ തുറന്നുകാട്ടുന്നു. എന്നാൽ വിറ്റീഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരടങ്ങുന്ന മധ്യനിരയ്ക്കൊപ്പം ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി ചേരുമ്പോൾ പറങ്കിപ്പട ഏതൊരു ടീമിനും ഭീഷണിയാണ്. മറുവശത്ത് മുൻ ലോകകപ്പ് റണ്ണേഴ്സപ്പായ ക്രൊയേഷ്യ അവരുടെ സൂര്യ തലമുറയുടെ കരുത്തിലാണ് വരുന്നത്. ഇംഗ്ലണ്ടിനോട് തോറ്റു തുടങ്ങിയെങ്കിലും പനമയെയും ഖാനെയും വീഴ്ത്തിയാണ് സ്ലാറ്റ്കോ ഡാലിച്ചിന്റെ സംഘം നോക്കൌട്ടിലെത്തിയത്. 40ാം വയസ്സിലും തന്റെ 200-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പരിചയസമ്പത്തുമായി ക്രൊയേഷ്യൻ മധ്യനിരയെ നിയന്ത്രിക്കുന്ന ലൂക്ക മോഡ്രിച്ച് തന്നെയാണ് പ്രധാന ആയുധം. എതിരാളികൾക്ക് പോലും ബഹുമാനമുള്ള താരം. Well, Luka is actually an idol for me. The way that not only he played, stayed at the highest level, but also the way that he behaved throughout his career is a big inspiration for me. And I can imagine for almost every football player. So I'm really happy to see that still at his age is performing at the level that he is. And I was lucky enough to play against him. റയൽ മാഡ്രിഡിൽ ഒന്നിച്ച് 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയ റൊണാൾഡോയും മോഡ്രിച്ചും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടവീര്യം ഇരട്ടിക്കും. തീപാറുന്ന പോരാട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ചരിത്രമാണ് രണ്ടു ടീമുകൾക്കും. 10 തവണ ഏറ്റുമുട്ടിയപ്പോൾ 7 വട്ടവും പോർച്ചുഗലാണ് ജയിച്ചത്. തോൽവി ഒരിക്കൽ മാത്രം. ടൊറന്റോ ഒരു ഇതിഹാസ താരത്തിന്റെ വിരമിക്കൽ വേദിയായി മാറുമെന്നുറപ്പാണ്. ക്രിസ്ത്യാനോയോ മോഡ്രിച്ചോ എന്നതാണ് ചോദ്യം. ആരായാലും അത് ഫുട്ബോൾ ചരിത്രത്തിലെ നിറമുള്ള ഏടായി നിലനിൽക്കും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. നോക്കൌട്ടിലെ ആവേശപ്പോരിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് ഓസ്ട്രിയയെ നേരിടും. തോൽവിയറിയാതെ നോക്കൌട്ടിലെത്തിയ സ്പെയിൻ വിജയം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ്. രാത്രി 12:30 ഇംഗിൾവുഡിലാണ് മത്സരം. രാവിലെ 8:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് അൾജീരിയയെ നേരിടും. ഇരു ടീമും ഏറ്റുമുട്ടിയ 2 തവണയും സ്വിറ്റ്സർലൻഡിനായിരുന്നു ജയം. വാൻകൂവറിലാണ് മത്സരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,180, പവന് 1,05,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,885, പവന് 87,080. വെള്ളി ഗ്രാമിന് 245, കിലോയ്ക്ക് 2,40,45,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള. You think champion made in the arena? He rise from the street, remember champion. You think champion made in the arena? He rise from the street. നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. കശുവണ്ടി അഴിമതി കേസിൽ സർക്കാരിന്റെ നിർണായക നീക്കം. ആർ ചന്ദ്രശേഖരനെ അടക്കം